മീഡിയം സ്കെയിൽ, സ്മോൾ സ്കെയിൽ ഹോട്ടലുകളെല്ലാം സാധാരണ കോമ്പോസിഷൻ ഡീലേഴ്സാണ്. അപ്പോൾ അവിടെ ഒരു കാരണവശാലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂൾ. ചില ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഒരു ബില്ല് കിട്ടും, അതിൽ GST SGST എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും അതെന്താ സംഭവം? ഇത് 2 തരത്തിൽ ടാക്സ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ്. അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. അതാണ് ഈ അടുത്ത ബഡ്ജറ്റിൽ വലിയ ആഘോഷമായി മാറിയ 12 ലക്ഷം. അതല്ലാതെ നമ്മളെല്ലാവരും ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അത് നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകളിൽ നമ്മളുടെ കയ്യിൽ നിന്നൊരു നികുതി സർക്കാർ പിരിക്കുന്നുണ്ട്. ആ എലമെൻ്റാണ് നമ്മൾ ഈ ബില്ലുകളിൽ കാണുന്ന CGST SGST എന്ന് പറയുന്നത്. മിക്കവാറും ട്രാൻസാക്ഷനുകളിലെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ലെവിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലെവിയുമായിട്ട് GST നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്ന ബില്ലിലെ GST പോർഷൻ. 10 രൂപയുടെ പഴംപൊരിക്ക് ടാക്സ് വരുന്നു എന്ന് കേട്ടു. അല്ല, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പഴംപൊരി കഴിച്ചാൽ ഇപ്പോഴും ടാക്സ് ഉണ്ട്, അത് എക്സംപ്റ്റഡ് അല്ല. അതിന് GST നമ്മൾ ഓൾറെഡി ഉണ്ട്. നമ്മൾ ചായക്കും കാപ്പിക്കും എല്ലാത്തിനും GST കൊടുക്കുന്നുണ്ട്. നമ്മൾ AC ഉള്ള ഒരു നോർമൽ റെസ്റ്റോറൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ GST സിസ്റ്റത്തിൽ കോമ്പോസിഷൻ ടാക്സ് പെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ളവർ അത് കൃത്യമായിട്ട് കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെന്നുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടാവണം. അത് നിയമം അതാണ്. ഒരു മീഡിയം സ്കെയിൽ, സ്മോൾ സ്കെയിൽ ഹോട്ടലുകളെല്ലാം സാധാരണ കോമ്പോസിഷൻ ഡീലേഴ്സാണ്. അപ്പോൾ അവിടെ ഒരു കാരണവശാലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്.